നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെയും പണമാണല്ലോ വില്ലൻ. അവിടെ അച്ഛനും അമ്മയും ഒന്നുമല്ല. ഞാൻ പറയുന്നതേ, ഒരു 10 പൈസ പോലും ആ ഭർത്താവെന്ന വൃത്തികെട്ടവനോ 2 മക്കൾക്കോ കൊടുക്കരുതെന്നാ. എന്നാ പിന്നെ നന്നായിരിക്കും. അങ്ങനെ ഒരു വാക്ക് അഞ്ജനയുടെ നാവിന്ന് വീണാൽ ആ നിമിഷം അവളെ ഇല്ലാതാക്കും. അഞ്ജന ചേച്ചിയെ കമ്മീഷണറോടൊപ്പം അയക്കണ്ടായിരുന്നു. പാവം, വളരെ വിഷമിച്ചിട്ടാ ഇവിടുന്ന് പോയത്. അവള് സ്വയം പോയതല്ലേ മധു, നമ്മൾ ഇറക്കി വിട്ടതല്ലോ. ചേച്ചി കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയാ കമ്മീഷണറോടൊപ്പം പോയത്. അയാള് ചേച്ചി ഉപദ്രവിക്കായിരുന്ന മതിയായിരുന്നു. ഒരു പ്രിയ കാരണം നമ്മുടെ കുടുംബത്തില് സമാധാനവും സന്തോഷവും ആ നഷ്ടപ്പെട്ടത്. എന്നിട്ട് അവൾക്ക് മതിയായില്ല. അവളത്ര പെട്ടെന്നൊന്നും അടങ്ങില്ലമ്മേ. 10 തല അവക്ക്. ഒരു പെണ്ണ് ചിന്തിക്കാത്തതൊക്കെ അവള് ചിന്തിക്കും. എന്നെ കൊണ്ടുപോലും അവൾ എന്തൊക്കെ ചതി വേലകളാ ചെയ്യിച്ചിട്ടുള്ളത്. അർജുനെ പെണ്ണുകേസി കൊടുക്കാൻ ആ കമ്മീഷണറെ സഹായിച്ചിട്ടുള്ളത് പ്രിയ തന്നെയാ. അവളെ ഇനി എന്റെ മുന്നിൽ കിട്ടിയാല് ഞാൻ അവളുടെ പല്ലടിച്ച് താഴെയിടും. നാശം പിടിച്ചവള്. നന്ദേട്ടന്റെ അരുണിമ ചേച്ചിയുടെ മകളായിട്ട് പ്രിയയെ നമ്മൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വീടിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ പോലും വയ്യമ്മേ. എന്താവാന്, സ്വത്തിനു വേണ്ടി അവൾ ഓരോരുത്തരെയും കൊന്നൊടുക്കുമായിരുന്നു. ആദ്യം എന്നെ തന്നെ അവള് കൊല്ലുമായിരുന്നു. പക്ഷെ ദൈവം എന്നൊരാള് മുകളിലുണ്ടല്ലോ അമ്മേ. അതുകൊണ്ടല്ലേ മരിച്ചുപോയിന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ചേച്ചി തന്നെ ആദ്യം തിരിച്ചു വന്നത്. അതുപോലെ ഈ വീടിന് നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ദൈവം തിരിച്ചു തരും മധു. എനിക്കതിൽ 100% വിശ്വാസമുണ്ട്. അല്ല, പൂജമോളവിടെ കണ്ടില്ലല്ലോ. അഞ്ജന ചേച്ചി പോയതില് പൂജയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. ഒന്നുമില്ലെങ്കിലും കുറെ നാൾ ഒരുമിച്ച് കഴിഞ്ഞല്ലേ. പൂജമോളുടെ സ്വഭാവം നമുക്കറിയില്ലേ. അവൾ ആരെ സ്നേഹിച്ചാലും അതെക്കാലവും നിലനിൽക്കുന്ന തരത്തിലുള്ള സ്നേഹം തന്നെയായിരിക്കും. അത് ശരിയമ്മേ. എന്റെ മനസ്സ് പറയുന്നു, കയ്യിലുള്ള സമ്പത്തെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അഞ്ജന ചേച്ചി അവസാനം പൂജയുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന്. അങ്ങനെ വന്നാൽ പൂജമോൾ അവളെ 2 കൈയും നീട്ടി സ്വീകരിക്കും. അതെനിക്ക് ഉറപ്പാ. ഇവിടെയാണമ്മേ പണമൊന്നും അല്ലാതാവുന്നത്.